ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻസ് എന്ന സീരീസിന്റെ രണ്ടാമത്തെ സീസണിലെ 21ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പത്തെ ഭാഗങ്ങൾ കാണാത്തവർക്ക് വേണ്ടി പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന 2 ആപ്ലിക്കേഷൻസ് വഴി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നേരത്തെ കാണാവുന്നതാണ്. ആവശ്യമുള്ളവർക്ക് വെബ്സൈറ്റിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. വെബ്സൈറ്റിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് യാൺ പിൽ ടവറിലേക്ക് പിൽ റിഫൈനിങ് കോമ്പറ്റീഷനിലേക്ക് പോകാൻ ഒരുങ്ങുന്നതാണ്. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിലെ തന്നെ കാണിക്കുന്നത് യാണും യൂണറും നടന്നു പോകുന്നതാണ്. യൂണർ ആ സമയത്ത് ചോദിക്കുകയാണ്, യൂണറിനെ ഒരിക്കലും കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ യൂണറിന്റെ സ്ഥാനത്ത് യാണിന്റെ മനസ്സിൽ ആരായിരിക്കും ഉണ്ടാവുക? അതായത് യൂണറിനെ പോലെ അവൻ ഇഷ്ടപ്പെടുന്നത് ആരെ ആയിരിക്കുമെന്നാണ് ചോദിക്കുന്നത്. ആദ്യം അതിനെക്കുറിച്ചൊക്കെ എന്തിനാണ് ഇപ്പോൾ ചോദിക്കുന്നത് എന്നാണ് യാൺ ചോദിച്ചത്. പക്ഷെ യൂണർ നിർബന്ധിച്ചു കഴിയുമ്പോൾ യാൺ പറയുകയാണ്, മെഡൂസ എന്റെ ഒരു സഹായിയാണ്, എന്റെ കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ആളാണ്. സിയാൻ ആണെങ്കിൽ എന്റെ സഹോദരിയാണ്. ഇനി ലിറ്റിൽ ഫെയറി ഡോക്ടറിനെ നോക്കുകയാണെങ്കിൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അതുകൊണ്ട് നിന്നെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ നിന്റെ സ്ഥാനത്തേക്ക് ആരും ഉണ്ടാകില്ലായിരുന്നു. ലവ് എന്നത് 2 പേർക്കും തോന്നുന്നതല്ലേ? യൂണർ അപ്പോൾ ചോദിക്കുന്നത് ലിറ്റിൽ ഫെയറി ഡോക്ടറിന് യാണിനെ ഇഷ്ടമാണെങ്കിലോ എന്നാണ്. കാരണം ഒരു പെണ്ണിന്റെ കണ്ണൊരിക്കലും കള്ളം പറയില്ല. അവൾ ആത്മാർത്ഥമായിട്ടാണ് യാണിനെ കെയർ ചെയ്യുന്നത്. എനിക്ക് ശരിക്കും ഇതിൽ നല്ല ദേഷ്യമുണ്ടാവേണ്ടതാണ്. പക്ഷേ എനിക്കതിന് സാധിക്കില്ല. കാരണം എപ്പോഴൊക്കെ നിനക്ക് എന്റെ സഹായം ആവശ്യമായിട്ട് വന്നോ അപ്പോഴൊക്കെ നിന്റെ കൂടെ ആയിരിക്കാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. പക്ഷേ ലിറ്റിൽ ഫെയറി ഡോക്ടർ അങ്ങനെയല്ല, എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാകും. അതുകൊണ്ട് ഇവിടെ ദേഷ്യപ്പെടണമെങ്കിൽ ഞാൻ എന്നോട് തന്നെയാണ് ദേഷ്യപ്പെടേണ്ടത്. യാൺ അപ്പോൾ പറയുകയാണ്, നീ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. എന്റെ ഫാദർ മരിച്ചതിന് ശേഷം ഒരു ദാവോ പ്രാക്ടീഷണർ ആവുന്നതിന്റെ അർത്ഥം എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ അതിനുശേഷമായിരുന്നു ഹാൻഫെങ് ഒക്കെ ലിറ്റിൽ ഫെയറി ഡോക്ടറിനെ എത്രമാത്രം ചൂഷണം ചെയ്യുന്നു എന്നൊക്കെ എനിക്ക് മനസ്സിലായത്. അന്ന് എനിക്ക് ഒരു ദാവോ പ്രാക്ടീഷണർ ആവുന്നതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായി. വീക്കായിട്ടുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യുക, അവർക്ക് സ്വാതന്ത്ര്യം വാങ്ങിച്ചു കൊടുക്കുക. അതിപ്പോ ആരായിരുന്നാലും ഞാൻ അവരെ സഹായിക്കുമായിരുന്നു. കാരണം അതെന്റെ ഉത്തരവാദിത്തമാണ്. അല്ലാതെ അതിന്റെ പിന്നിൽ എനിക്ക് പ്രത്യേക ഉദ്ദേശമൊന്നുമില്ലായിരുന്നു. ഒരു യഥാർത്ഥ ദാവോ പ്രാക്ടീഷണറിന്റെ ദൗത്യമാണ് ഇതെല്ലാം. അതെല്ലാം കേട്ട് കഴിയുമ്പോൾ യൂണറിന് ഒരുപാട് സന്തോഷമാകുന്നു. യൂണർ പറയുകയാണ്, നിനക്ക് നന്നായിട്ട് പ്രസംഗിക്കാനൊക്കെ അറിയാമല്ലോ. യൂണർ അപ്പോൾ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. അവൾ ഗൂക്ലാൻഡിലേക്ക് തിരികെ പോയതിനു ശേഷം അവളെ സ്വന്തമാക്കുന്നതിന് വേണ്ടി അവളുടെ ഫാദറിനെ എങ്ങനെയാണ് യാൺ കൺവിൻസ് ചെയ്യാൻ പോകുന്നതെന്ന്. യാൺ അപ്പോൾ അയാളെ കൺവിൻസ് ചെയ്യുന്ന കാര്യം വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണെന്ന് പറയുന്നു. യൂണർ അപ്പോൾ വിഷമത്തോടെ അങ്ങനെയെങ്കിൽ അവളെ സ്വന്തമാക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നു. യാൺ ആകട്ടെ അപ്പോൾ യൂണറിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളെ സ്വന്തമാക്കാൻ വേണ്ടി എന്തും തന്നെ ചെയ്യാൻ തയ്യാറാണെന്ന് പറയുന്നു. ശേഷം അവർ പരസ്പരം കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നു. പിന്നെ സോൾ ഹാളിന്റെ സബ്സിഡറി ഹാള് കാണിക്കുന്നു. അവിടെ മൂഗോ മെഡിസിൻ എൽഡറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മെഡിസിൻ എൽഡർ യാണിന്റെ ഉത്തരവാദിത്തം ഫെങ്ഷിയാനെ ഏൽപ്പിച്ചു എന്ന കാര്യം മൂഗോ മനസ്സിലാക്കിയിരിക്കുന്നു. 3000 ബേണിംഗ് ഫ്ലെയിം സ്വന്തമാക്കുന്നതിന് വേണ്ടി ഫെങ്ഷിയാൻ അവനെ പിൽ ഗാദറിംഗ് മീറ്റിംഗിലേക്ക് വിട്ടിട്ടുണ്ട്. ഫെങ്ഷിയാൻ അവനെ ഒരുപാട് ദാവോ ടെക്നിക്കുകളൊക്കെ പഠിപ്പിച്ചു എന്ന് മനസ്സിലാക്കാനായി. മെഡിസിൻ എൽഡർ അതെല്ലാം കേട്ടിട്ട് മൂഗോയോട് പറയുകയാണ്, നീ നിന്റെ സമയം വെറുതെ വേസ്റ്റ് ആക്കേണ്ട, യാണിനെ നിനക്ക് തൊടാൻ പോലും സാധിക്കില്ല. മൂഗോ അപ്പോൾ ചോദിക്കുന്നത്, നീ അവശേഷിപ്പിച്ച ബോൺ സ്പിരിറ്റ് ചില്ല് ഫ്ലെയിം കൊണ്ടും ഫ്ലെയിം മന്ത്ര കൊണ്ടും അത് സാധ്യമാകുമെന്നാണോ നീ കരുതുന്നത്? എന്നാ കേട്ടോളൂ, ഞാൻ അവന് വേണ്ടി ഒരു ട്രാപ്പ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക തരത്തിലുള്ള പോയിസൺ. ഹെവൻലി ഫ്ലെയിംസ് അവൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഫ്ലെയിംസ് അവനിലേക്ക് അട്രാക്റ്റഡ് ആകും. അത് അവനെ തന്നെ ദഹിപ്പിച്ചു കളയും. അങ്ങനെ നിന്റെ പ്രിയപ്പെട്ട ശിഷ്യന്റെ മരണത്തിന് നീ തന്നെ കാരണമാകാൻ പോവുകയാണ്. അതൊക്കെ പറഞ്ഞ് മൂഗോ അട്ടഹസിച്ചിരിക്കുകയാണ്. മെഡിസിൻ എൽഡർ ആകട്ടെ അത് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ശരിക്കും ദേഷ്യമാകുന്നു. പിന്നെ ഒരു വെള്ള വസ്ത്രധാരി മരിച്ച് ശവപ്പെട്ടിയിൽ കിടക്കുന്നതിന് സമാനമായിട്ടുള്ള രീതിയിൽ കിടക്കുന്ന ഒരു പെണ്ണിന്റെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നു. അയാളുടെ മുഖം കാണിക്കുന്നില്ല, ആ സ്ത്രീയുടെ മുഖം കാണിക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെയും അത് ആരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തൊക്കെ വന്നാലും ഈ വന്നേക്കുന്ന ആൾ ആ സ്ത്രീയെ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ട്. കാരണം വന്ന ഉടനെ തന്നെ ആ സ്ത്രീയുടെ മുഖത്ത് തലോടുകയൊക്കെ ചെയ്യുന്നു. പിന്നെ ആ പിൽ റിഫൈനിങ് കോമ്പറ്റീഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് യാണും മറ്റുള്ളവരും ഒക്കെ വരുന്നതായിട്ട് കാണിക്കുന്നു. അവരുടെ ഇൻവിറ്റേഷൻ കാർഡൊക്കെ കാണിച്ചുകൊണ്ടാണ് അവർ അകത്തേക്ക് പ്രവേശിക്കുന്നത്. അകത്ത് കയറിയ ഉടനെ തന്നെ കിങ് ലുവാൻ യാണിനെ മാറ്റി നിർത്തി സംസാരിക്കുകയാണ്. കിങ് ലുവാൻ പറയുന്നത് വേറൊന്നുമല്ല, ഇനി മുതൽ അവർ വളരെ കെയർഫുൾ ആയിരിക്കണം. അവിടെ വെച്ച് എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തുകയാണെങ്കിൽ അവർ അവരുടെ മാസ്റ്ററിന് തന്നെ നാണക്കേട് വരുത്തുമെന്ന് മാത്രമല്ല എല്ലാവരുടെയും മുമ്പിൽ ഒരു ലാഫിംഗ് സ്റ്റോക്ക് ആവും. അപ്പോഴേക്കും ഒരു വ്യക്തി കുറച്ചാളുകളുമായിട്ട് മറ്റൊരു വ്യക്തിയെ പരിശോധിക്കാൻ വേണ്ടി വരുന്നു. സംശയാസ്പദമായിട്ട് അയാളുടെ കയ്യിൽ എന്തൊക്കെയോ കണ്ടതുകൊണ്ടാണ് അയാളെ പരിശോധിക്കാൻ വന്നിരിക്കുന്നത്. എന്നാൽ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ആ വ്യക്തി പറയുന്നത്
അയാൾ പ്രൊഫൗണ്ട് ഷുവാൻ സെക്റ്റിൽ നിന്നുള്ളതാണ്, ഇൻവിറ്റേഷൻ സ്വീകരിച്ചുകൊണ്ടാണ് അങ്ങോട്ട് വന്നത്, ഗസ്റ്റുകളോട് ഇങ്ങനെയാണോ പെരുമാറുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോ പിൽ ടവറിന് അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളുണ്ടെന്ന് ആ വ്യക്തി പറയുന്നു. യാൺ അപ്പോൾ ആ വ്യക്തി ആരാണെന്ന് കിങ്ലുവാനോട് ചോദിക്കുന്നു. അപ്പോ കിങ്ലുവാൻ ആണ് ആ വ്യക്തിയുടെ പേര് പറയുന്നത്. ക്യൂലിംഗ് എന്നായിരുന്നു അയാളുടെ പേര്. പിൽ ടവറിലെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത് ഈ ക്യൂലിംഗ് ആണ്. അതുകൊണ്ട് പ്രൊഫൗണ്ട് ഷുവാൻ സെക്റ്റിലെ ആ വ്യക്തിയെ പരിശോധിച്ച് ക്യൂലിംഗ് അവന്റെ കയ്യിൽ നിന്ന് ഒരു പ്രത്യേക തരം പൊടി കണ്ടെടുക്കുന്നു. അതെന്താണെന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ചോദിക്കുമ്പോൾ പ്രൊഫൗണ്ട് ഷുവാൻ സെക്റ്റിലെ ആ വ്യക്തി പറയുന്നത് സാധാരണ ഒരു മരുന്നാണ് എന്നാണ്. ക്യൂലിംഗ് അപ്പോൾ അത് കഴിക്കാൻ പറയുന്നു. പ്രൊഫൗണ്ട് ഷുവാൻ സെക്റ്റിലെ ആ വ്യക്തി അപ്പോൾ അത് കഴിക്കാൻ തയ്യാറാകുന്നില്ല. ഉടനെ തന്നെ പ്രൊഫൗണ്ട് ഷുവാൻ സെക്റ്റിലെ ആ വ്യക്തി ക്യൂലിംഗിനെ ആക്രമിക്കുകയാണ്. എന്നാൽ ക്യൂലിംഗ് വളരെ പവർഫുൾ ആയിരുന്നു. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി എന്ന് മാത്രമല്ല, ഒരു പ്രത്യേക തരം ശക്തി ഉപയോഗിച്ച് അവന്റെ കഴുത്ത് വലിഞ്ഞു മുറുകുകയായിരുന്നു. അതുമൂലം ആ വ്യക്തിയുടെ ശക്തിയെല്ലാം അടിച്ചമർത്തപ്പെട്ടു. അപ്പോഴേക്കും കൂട്ടിലടച്ച ഒരു കിളിയുമായിട്ട് ക്യൂലിംഗിന്റെ ആളുകൾ അവിടെ എത്തിയിരുന്നു. ക്യൂലിംഗ് ആകട്ടെ ആ പൊടി ആ കിളിയുടെ ദേഹത്തേക്ക് ഇടുന്നു. ഉടനെ തന്നെ ആ കിളി പിടഞ്ഞു മരിക്കുകയാണ്. ഇത് വിലക്കപ്പെട്ട ഒരു പൊടിയാണ്. ഇതുപയോഗിച്ച് 6th ഗ്രേഡിലുള്ള പില്ലിനെ 8th ഗ്രേഡിലേക്ക് മാറ്റാനാകും. പ്രൊഫൗണ്ട് ഷുവാൻ സെക്റ്റിലെ ആ വ്യക്തി അപ്പോൾ ക്ഷമാപണം നടത്തിക്കൊണ്ട് അതൊക്കെ അറിയാതെ സംഭവിച്ചതാണെന്നൊക്കെ പറയുന്നു. ക്യൂലിംഗ് അപ്പോൾ എല്ലാവരോടുമായിട്ട് ദേഷ്യത്തോടെ പറയുകയാണ്, പിൽ ടവർ വിലക്കിയിരിക്കുന്ന ഒരു സാധനങ്ങളുമായിട്ട് അകത്തേക്ക് കയറാനാകില്ല. അതേപോലെ തന്നെ ഇവിടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഫൈറ്റും പാടില്ല. കർശനമായിട്ടുള്ള പിൽ ടവറിന്റെ എല്ലാ നിയമങ്ങളും നിങ്ങൾ അനുസരിച്ചേ മതിയാകൂ. അല്ല എങ്കിൽ കഠിനമായിട്ടുള്ള ശിക്ഷയായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. നിങ്ങളുടെ ആൽക്കമി ഗ്രേഡ് കുറച്ചു കളയും. അത് മാത്രമല്ല, പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് പിൽ ടവറിൽ കാലു കുത്താനാകില്ല. അതിനുശേഷം ക്യൂലിംഗ് അവിടെ നിന്ന് പോകുന്നു. പിന്നെ കോമ്പറ്റീഷന് വന്നിരിക്കുന്ന എല്ലാവരും ഒരു സ്ഥലത്ത് ഒത്തുകൂടിയിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. അവിടെ ഷുവാൻ കോൺസി എന്നു പേരുള്ള ഒരാളാണ് എല്ലാവരെയും സ്വാഗതം ചെയ്ത് സംസാരിക്കുന്നത്. ഫെങ്ഷിയാനും അവിടെ എത്തിയിട്ടുണ്ട്. അതിനുശേഷം കോൺസി മത്സരത്തെ കുറിച്ചൊക്കെ പറയുന്നു. ഈ വർഷത്തെ മത്സരം എല്ലാ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. ആദ്യത്തെ 10 സ്ഥാനങ്ങളിൽ എത്തുന്നവർക്ക് 3000 ബേണിംഗ് ഫ്ലെയിമിനെ സ്വന്തമാക്കാൻ ശ്രമിക്കാം. 2 ഘട്ടങ്ങളായിട്ടാണ് മത്സരം നടക്കുന്നത്. ആദ്യത്തേത് പിൽ പിക്കിംഗ്, രണ്ടാമത്തേത് പിൽ റിഫൈനിങ്. പിൽ പിക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു മാപ്പ് കിട്ടും. അതുപയോഗിച്ച് അവർക്ക് ഒരു സ്ഥലത്തേക്ക് പ്രവേശിക്കാം. ആ സ്ഥലത്ത് വെച്ച് പില്ലിന്റെ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അവർക്ക് കണ്ടുപിടിക്കാം. അങ്ങനെ എല്ലാവർക്കും ആ മാപ്പ് കിട്ടുന്നു. അത് പൗച്ചുകളിലായിട്ടായിരുന്നു കൊടുത്തത്. അപ്പോഴേക്കും നിങ്ങൾ എവിടെ പോയാലും ഒരു നിഴല് പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ക്യുങ്ങർ അവിടെ എത്തുന്നു. ക്യുങ്ങർ കിങ്ലുവാന്റെ അടുത്തായിരുന്നു അത് പറഞ്ഞത്. എന്നാൽ അത് കേട്ട് കഴിഞ്ഞപ്പോൾ യാൺ അവൾക്ക് ചുട്ട മറുപടിയാണ് കൊടുത്തത്. സഹോദരൻ കിങ്ലുവാനെ ഒരു നിഴല് പോലെ ഫോളോ ചെയ്യുന്നത് ആരാണെന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അതിനുശേഷം ക്യുങ്ങറിനെ ലിറ്റിൽ വിച്ച് എന്ന് പോലും വിളിക്കുന്നു. അതൊക്കെ കേട്ട് കഴിയുമ്പോൾ ക്യുങ്ങറിനും ദേഷ്യമാകുന്നു. അങ്ങനെ അവർ തമ്മിൽ ഒരു തർക്കമുണ്ടാകുമ്പോൾ കിങ്ലുവാൻ ഇടയിൽ കയറി പറയുകയാണ്, നമ്മളൊക്കെ ഫ്രണ്ട്സ് അല്ലേ, ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഒട്ടും ശരിയല്ല. ക്യുങ്ങർ അപ്പോൾ ദേഷ്യത്തോടെ ആരാണ് നിങ്ങളുടെ ഫ്രണ്ട്സ് എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോഴേക്കും കോൺസി അവസാന നിർദ്ദേശം കൊടുക്കുകയാണ്. അടുത്ത ദിവസം 7 മണിക്കാണ് പിൽസിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി പോകേണ്ടത്. ആരെങ്കിലും ഇൻഗ്രീഡിയൻസ് കളക്ട് ചെയ്യാതിരിക്കുകയോ അതിന്റെ ക്വാളിറ്റി പ്രതീക്ഷിച്ചതിന് അടുത്ത് എത്താതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർ ആ മത്സരത്തിൽ നിന്ന് പുറത്താകും. ഈ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം അവസാനം കോൺസി എല്ലാവർക്കും ആശംസകൾ നേരുന്നു. പുറത്തിറങ്ങുന്ന സമയത്ത് എന്ത് പില്ലാണ് ഉണ്ടാക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെയാണ് യാൺ സംസാരിക്കുന്നത്. എന്നാൽ കിങ്ലുവാൻ ആകട്ടെ വാശി പിടിച്ചു പോകുന്ന ക്യുങ്ങറിന്റെ പുറകെ പോകാനുള്ള തിടുക്കത്തിലായിരുന്നു. യാൺ അപ്പോൾ ആദ്യം ഈ മത്സരത്തിന് പ്രാധാന്യം കൊടുക്കൂ, ലവിനൊക്കെ പിന്നീട് പ്രാധാന്യം കൊടുക്കാമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ടും കിങ്ലുവാൻ കേൾക്കാൻ തയ്യാറായിരുന്നില്ല. യാണിനെ ആകട്ടെ ലിറ്റിൽ ഫെയറി ഡോക്ടറും തടഞ്ഞു. കിങ്ലുവാനെ നോക്കുകയാണെങ്കിൽ ക്യുങ്ങർ മുറിയിൽ കയറി ഉടനെ തന്നെ വാതിലടക്കുന്നു. കിങ്ലുവാൻ സംസാരിക്കാൻ വരുമ്പോൾ ക്യുങ്ങർ പറയുന്നത്, ഞാൻ ലിറ്റിൽ വിച്ച് അല്ലേ, എന്നോട് സംസാരിച്ചു കഴിഞ്ഞാൽ സ്റ്റാർഫോൾ ഹാളിന് അതൊരു നാണക്കേടായിരിക്കും, അതുകൊണ്ട് എന്നോട് സംസാരിക്കേണ്ട. അപ്പോ കിങ്ലുവാൻ അവളെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി പറയുകയാണ്, നിനക്ക് ഈ മത്സരത്തിൽ വിജയിക്കണ്ടേ, അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാം എന്ന് പറയുന്നു. ക്യുങ്ങർ ആകട്ടെ അത് കേട്ട് കഴിയുമ്പോൾ അവന്റെ സഹായമൊന്നും വേണ്ട എന്ന് പറയുന്നു. കാരണം അങ്ങനെ വിജയിച്ചു കഴിഞ്ഞാൽ ആളുകൾ പറയാൻ പോകുന്നത് മറ്റുള്ളവരുടെ സഹായത്തോടു കൂടിയാണ് അവൾ വിജയിച്ചത് എന്നായിരിക്കും. കിങ്ലുവാൻ അപ്പോൾ ആളുകൾ പറയുന്നതൊന്നും കാര്യമാക്കണ്ട എന്ന് പറയുന്നു. എന്നാൽ ക്യുങ്ങർ പറയുകയാണ്, വേണ്ട, നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. ശേഷം കിങ്ലുവാനോട് അവിടുന്ന് പോകാൻ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നു. വേറെ നിവൃത്തിയില്ലാതെ കിങ്ലുവാൻ അവിടുന്ന് പോകുന്നു. എന്നാൽ ക്യുങ്ങറിന് അത്രയ്ക്ക് ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല, ഇടയ്ക്ക് ചിരിക്കുന്നുമുണ്ടായിരുന്നു. ഒരുപക്ഷെ സ്വന്തം കഴിവുകൊണ്ട് വിജയിക്കണമെന്ന് അവൾ തീരുമാനിച്ചിട്ടുണ്ടാകും. പിന്നെ ഫെങ്ഷിയാനും കോൺസിയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഇതിൽ നിന്ന് മനസ്സിലാക്കാം അവർ നല്ല ഫ്രണ്ട്സ് ആണ്. ഫെങ്ഷിയാൻ സംസാരിക്കുന്നത് പഴയ കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ്. ഈ ചുരുങ്ങിയ വർഷത്തിനുള്ളിൽ അവരുടെ ഒരുപാട് ഫ്രണ്ട്സുകളാണ് മരിച്ചു
മരിച്ചുപോയത്. മരിച്ചുപോയ പിൽ ടവറിലെ ആ മൂന്നാമത്തെ മാസ്റ്ററിനെ കുറിച്ചും യോച്ചനെ കുറിച്ചും ഒക്കെ ഫെങ്ഷിയാൻ സംസാരിച്ചു തുടങ്ങുന്നു. എന്നാൽ കോൺസി അത് അവിടെ വെച്ച് തന്നെ നിർത്താൻ പറയുന്നു. കാരണം അതൊക്കെ വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളാണല്ലോ, അതൊന്നും ഓർക്കാൻ കോൺസി ആഗ്രഹിക്കുന്നില്ല. അതിനുശേഷം ഫെങ്ഷിയാൻ സംസാരിക്കുന്നത് 3000 ബേണിംഗ് ഫ്ലെയിമിനെ കുറിച്ചാണ്. ഇതിനു മുമ്പ് അതിനെ കീഴടക്കിയിരുന്നത് ആൻഷ്യന്റ് ഡ്രാഗൺ ക്ലാൻ ആണ്. അതുകൊണ്ട് തന്നെ ഡ്രാഗൺ സീൽ ഉണ്ടെങ്കിൽ മാത്രമേ 3000 ബേണിംഗ് ഫ്ലെയിമിനെ എളുപ്പത്തിൽ കീഴടക്കാനാവുകയുള്ളൂ. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻസ് തരാനുണ്ടോ എന്ന് കോൺസിയോട് ചോദിക്കുന്നു. എന്നാൽ കോൺസി പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നാണ്. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതിനെക്കുറിച്ച് യാതൊരു അറിവും തനിക്ക് ഇല്ല എന്ന് പറയുന്നു. ശേഷം എന്താണ് അവന്റെ ഉദ്ദേശം എന്ന് ചോദിക്കുന്നു. അപ്പോ ഫെങ്ഷിയാൻ പറയുകയാണ്, തീർച്ചയായും സ്റ്റാർഫോൾ ഹാളിന് വേണ്ടിയല്ല 3000 ബേണിംഗ് ഫ്ലെയിം ഞാൻ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത്. സോൾ ഹാള് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കോൺസി പറയുകയാണ്, ആ കാര്യം ഇപ്പോ എല്ലാവർക്കും അറിയാം. ഫെങ്ഷിയാൻ അപ്പോൾ അതിനെ എങ്ങനെ നേരിടാനാണ് നീ പ്ലാൻ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോ കോൺസി പറയുന്നത് വേറൊന്നുമല്ല, സോൾ ഹാള് എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർ ഇവിടെയും വരാതിരിക്കില്ല. എങ്ങനെയെങ്കിലും 3000 ബേണിംഗ് ഫ്ലെയിം അവർ സ്വന്തമാക്കാൻ ശ്രമിക്കും. യാണടക്കം അവിടെ വന്ന എല്ലാവരെയും പിൽ ടവർ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. യാണിനെ കോൺസി പ്രത്യേകം സംശയിക്കുക പോലും ചെയ്യുന്നുണ്ട്. അവൻ സോൾ ഹാളിന്റെ ആളായിരിക്കാമെന്നാണ് കോൺസി സംശയിക്കുന്നത്. ഫെങ്ഷിയാൻ അപ്പോൾ എന്തിനാണ് യാണിനെ സംശയിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. കോൺസി അപ്പോൾ പറയുന്നത് യാണിന് വേണ്ടി ഫെങ്ഷിയാൻ അത്രയൊക്കെ ചെയ്തു കൊടുക്കുന്നത് കൊണ്ടാണെന്ന് പറയുന്നു. ഫെങ്ഷിയാൻ അപ്പോൾ പറയുന്നത് യാണിനെ യാതൊരു കാരണവശാലും സംശയിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. യാണിന് ഒരിക്കലും സ്റ്റാർഫോൾ ഹാളിൽ ചേരാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. യാണിനോട് അങ്ങോട്ട് പറഞ്ഞ് നിർബന്ധിച്ചിട്ടാണ് യാൻ സ്റ്റാർഫോൾ ഹാളിൽ ചേർന്നത്. കോൺസി അപ്പോ പറയുന്നത് വേറൊന്നുമല്ല, ഞാൻ ഇത് പറയുന്നത് കൊണ്ട് നീ വിഷമിക്കരുത്. സോൾ ഹാളിന്റെ പ്രധാനപ്പെട്ട രണ്ടുപേരായ ഹാൻഫെങ്ങിനും മൂഗോയ്ക്കും സ്റ്റാർഫോൾ ഹാളുമായിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ടായിരുന്നു കോൺസി യാണിനെ പോലും സംശയിക്കുന്നത്. അതെല്ലാം കേട്ട് ഫെങ്ഷിയാൻ പറയുകയാണ്, ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല, നാളെ നമുക്ക് എല്ലാം കണ്ടറിയാം. പിന്നെ അടുത്ത ദിവസം പില്ലിന് വേണ്ട ഇൻഗ്രീഡിയൻസ് അവർ കളക്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. കിങ്ലുവാന് ഒരു ഹെർബും കണ്ടുപിടിക്കാനായില്ല. യാണിനും ലിറ്റിൽ ഫെയറി ഡോക്ടറിനും ഒരു ഹെർബ് കണ്ടുപിടിക്കാനായി. എങ്കിലും ഇനിയും ഒരുപാട് ഹെർബ്സ് അവർക്ക് കണ്ടുപിടിക്കണമായിരുന്നു. അപ്പോഴാണ് ലിറ്റിൽ ഫെയറി ഡോക്ടറിന് അവിടെ വെച്ചൊരു ഹെയർ പിന്ന് കിട്ടുന്നത്. കിങ്ലുവാൻ അത് നോക്കി കഴിയുമ്പോൾ തന്നെ അത് ക്യുങ്ങറിന്റേതാണെന്ന് മനസ്സിലാകുന്നു. ഉടനെ തന്നെ ക്യുങ്ങറിനെ കുറിച്ച് ആകുലപ്പെട്ട് കിങ്ലുവാൻ ക്യുങ്ങറിനെ അന്വേഷിച്ച് നടക്കുന്നു. യാണും ലിറ്റിൽ ഫെയറി ഡോക്ടറും ആകട്ടെ വീണ്ടും പില്ലിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കി നടക്കുന്നു. കിങ്ലുവാനെ നോക്കുകയാണെങ്കിൽ ക്യുങ്ങറിനെ അന്വേഷിച്ച് ഒരു സ്ഥലത്ത് വെച്ച് ക്യുങ്ങറിനെ കണ്ടുപിടിക്കുന്നു. ക്യുങ്ങർ ഒരു സ്ഥലത്ത് പേടിച്ച് വിറച്ചിരിക്കുകയായിരുന്നു. കിങ്ലുവാൻ അവളുടെ അടുത്തേക്ക് വരുമ്പോഴാകട്ടെ ക്യുങ്ങർ പേടിച്ച് പുറകോട്ട് പൊക്കൊണ്ടിരിക്കുന്നു. ക്യുങ്ങർ നോക്കുമ്പോൾ കാണുന്നത് സോൾ ഹാളിന്റെ ഒരാളെയാണ്. പക്ഷേ ശരിക്കും അത് കിങ്ലുവാൻ ആണ്. കിങ്ലുവാൻ അവന്റെ പേരൊക്കെ പറഞ്ഞിട്ടും ക്യുങ്ങർ കാണുന്നത് സോൾ ഹാളിന്റെ ഒരു വ്യക്തിയാണ്. അല്പം കഴിയുമ്പോഴാകട്ടെ ക്യുങ്ങർ അവിടെ വീണും പോകുന്നു. അപ്പോഴാണ് ക്യുങ്ങറിന്റെ പുറത്ത് പൂവിനെ പോലെയുള്ള ഒരു ബട്ടർഫ്ലൈനെ കിങ്ലുവാൻ കാണുന്നത്. അത് ഒരു ഫാൻറ്റം ബട്ടർഫ്ലൈ ആയിരുന്നു. അത് ആളുകളിൽ ഇല്യൂഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ക്യുങ്ങറിനെ കിങ്ലുവാനെ സോൾ ഹാളിന്റെ ഒരാളെ പോലെ തോന്നിച്ചത്. ഉടനെ തന്നെ കിങ്ലുവാൻ അവന്റെ ശക്തി ഉപയോഗിച്ച് ക്യുങ്ങറിന്റെ പുറത്ത് നിന്ന് ആ ബട്ടർഫ്ലൈനെ എടുത്തു കളയുന്നു. ക്യുങ്ങറിനാകട്ടെ ഉടനെ തന്നെ സുബോധം തിരികെ കിട്ടുന്നു. മുമ്പിലുള്ളത് കിങ്ലുവാൻ ആണെന്ന് മനസ്സിലാകുന്നു. കിങ്ലുവാനെ കണ്ടു കഴിയുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷത്തോടെ നീ എന്താണ് വരാൻ വൈകിയത്, എനിക്ക് പേടിയാകുന്നു എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നു. യാണിനെ നോക്കുകയാണെങ്കിൽ യാണിന്റെ പുറത്തും ഈ ബട്ടർഫ്ലൈ വന്ന് ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഉടനെ തന്നെ യാണിനും ഇല്യൂഷൻസ് ഉണ്ടാകുന്നു. ലിറ്റിൽ ഫെയറി ഡോക്ടറിനെ യൂണറായിട്ട് കാണുന്നു. ഓടിച്ചെന്ന് ലിറ്റിൽ ഫെയറി ഡോക്ടറിനെ കെട്ടിപ്പിടിക്കുന്നു. ലിറ്റിൽ ഫെയറി ഡോക്ടറിനും യാണിനെ ഇഷ്ടമായതുകൊണ്ട് തന്നെ അല്പം കഴിയുമ്പോൾ അറിയാതെ കെട്ടിപ്പിടിച്ചു പോകുന്നു. അപ്പോഴാണ് യാൺ ഇങ്ങനെ പറയുന്നതായിട്ട് ലിറ്റിൽ ഫെയറി ഡോക്ടർ കേൾക്കുന്നത്. യൂണർ, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നു. അപ്പോഴാണ് ആ ഫാൻറ്റം ബട്ടർഫ്ലൈനെയും ലിറ്റിൽ ഫെയറി ഡോക്ടർ അവിടെ കാണുന്നത്. അപ്പോൾ ലിറ്റിൽ ഫെയറി ഡോക്ടറിന് വിഷമമാകുന്നുണ്ടെങ്കിലും ഉടനെ തന്നെ യാണിന്റെ പുറത്ത് നിന്ന് ഫാൻറ്റം ബട്ടർഫ്ലൈനെ എടുത്തു കളയുന്നു. യാണിന് അപ്പോഴേക്കും ബോധം വരികയും ചെയ്യുന്നു. അവിടെ എന്താണ് സംഭവിച്ചതെന്നൊക്കെ യാൺ അപ്പോൾ ലിറ്റിൽ ഫെയറി ഡോക്ടറിനോട് ചോദിക്കുന്നു. ലിറ്റിൽ ഫെയറി ഡോക്ടർ അപ്പോൾ ഫാൻറ്റം ബട്ടർഫ്ലൈനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അത് അവന്റെ പുറത്തിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നു. അതിനുശേഷം ലിറ്റിൽ ഫെയറി ഡോക്ടർ പറയുകയാണ്, പിൽ ഇൻഗ്രീഡിയൻസ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടി ഈ സ്ഥലം മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇനി പിൽ ടവർ നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയായിരിക്കുമോ ഈ സ്ഥലത്തേക്ക് വിട്ടത്? യാണപ്പോൾ ലിറ്റിൽ ഫെയറി ഡോക്ടറിന് അതിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഉടനെ തന്നെ അവിടുന്ന് പുറത്ത് കടക്കാമെന്ന് പറയുന്നു. പിന്നെ ഓരോരുത്തരായിട്ട് കളക്ട് ചെയ്ത പിൽ ഹെർബ്സ് കൊണ്ടുവന്ന് കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നു. ക്വീലിംഗ് ആയിരുന്നു ആദ്യം കൊണ്ടുവന്ന് കൊടുത്തത്. അവൻ അതിൽ വിജയിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം യാണും ലിറ്റിൽ ഫെയറി ഡോക്ടറും വരുന്നു. അവരുടെ കയ്യിൽ റെയർ ആയിട്ടുള്ള ഒരുപാട് ഹെർബ്സുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള പ്രൊമോഷനാണ് കിട്ടുന്നത്.
ക്യൂലിംഗ് അപ്പോൾ യാണിനെയൊക്കെ ഒന്ന് നോട്ട് ചെയ്യുന്നു. അതിനുശേഷം യാണും ലിറ്റിൽ ഫെയറി ഡോക്ടറും സന്തോഷത്തോടെ എല്ലാവരും പോയി നിൽക്കുന്ന സ്ഥലത്ത് പോയിട്ട് നിൽക്കുമ്പോൾ പ്രൊഫൗണ്ട് ഷുവാൻ സെക്റ്റിലെ നേരത്തെ ഇല്ലീഗൽ ആയിട്ടുള്ള സാധനം അകത്തേക്ക് കയറ്റാൻ ശ്രമിച്ച വ്യക്തി വളരെ അഹങ്കാരത്തോടെ യാണിനെയൊക്കെ നോക്കുകയൊക്കെ ചെയ്യുന്നു. യാൺ അപ്പോൾ ഇതിൽ അഹങ്കരിക്കാൻ എന്തിരിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ലിറ്റിൽ ഫെയറി ഡോക്ടർ കിങ്ലുവാനെയും കിങ്ങറിനെയും കണ്ടില്ലല്ലോ എന്ന് പറയുന്നത്. യാൺ അവരെ കുറിച്ച് ആകുലപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അല്പം കഴിയുമ്പോൾ തന്നെ അവരും വരുന്നു, അവരും അതിൽ വിജയിക്കുകയും ചെയ്യുന്നു. അപ്പോ കിങ്ങറിന്റെ ഒക്കെ സന്തോഷം ഒന്ന് കാണേണ്ടതായിരുന്നു. പിന്നെ കാണിക്കുന്നത് മൂഗുയും വെള്ള വസ്ത്രം ധരിച്ച ഒരു വ്യക്തിയും തമ്മിൽ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അവർ പിൽ ടവറിന്റെ പരിസരത്ത് എവിടെയോ ഉണ്ട്. ശവപ്പെട്ടിയിൽ മരിച്ചതുപോലെ കിടന്ന പെണ്ണിന്റെ മുഖത്ത് തലോടിയ മുഖം കാണിക്കാത്ത ആ വ്യക്തി തന്നെയായിരുന്നു അത്. മൂഗോ അയാളോട് പ്രത്യേകം പറയുന്നത് വേറൊന്നുമല്ല, ഇപ്രാവശ്യം മിസ്റ്റേക്ക് ഒന്നും സംഭവിക്കരുത്, ഞാൻ ആവശ്യപ്പെട്ട എല്ലാവരെയും എനിക്ക് കിട്ടിയേ മതിയാകൂ. എന്നാൽ ഇതേ സമയം ഒരു വ്യക്തി അവരെ ഫോളോ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. എന്നാൽ അവരത് കണ്ടുപിടിക്കുന്നു. മുഖം കാണിക്കാത്ത ആ വ്യക്തിയുടെ ഒറ്റ അറ്റാക്കിൽ തന്നെ ആ വ്യക്തി മരിക്കുകയാണ്. ആ മരിച്ചത് വേറെ ആരും ആയിരുന്നില്ല, പ്രൊഫൗണ്ട് ഷൂ സെക്റ്റിലെ വ്യക്തിയായിരുന്നു. മുഗോ അപ്പോ പറയുന്നത് ഇവൻ ഇവിടേക്ക് ഇൻവിറ്റേഷൻ കിട്ടിയതാണ്, അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് ഡീല് ചെയ്യണം. അപ്പോ മുഖം കാണിക്കാത്ത ആ വ്യക്തി പറയുന്നത് ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ താൻ അത് ഡീല് ചെയ്തോളാം എന്നാണ്. പിന്നെ പ്രൊഫൗണ്ട് ഷൂ സെക്റ്റിലെ ആ വ്യക്തിയെ തൂക്കിക്കൊണ്ടു പോകുന്നത് യാൺ കാണുന്നതായിട്ട് കാണിക്കുന്നു. മുഖം കാണിക്കാത്ത ആ വ്യക്തിയാണ് തൂക്കിക്കൊണ്ടു പോകുന്നത്. ഒരു മുറിയിലേക്കായിരുന്നു അവർ കയറിയത്. അതിനുശേഷം മുഖം കാണിക്കാത്ത ആ വ്യക്തി മാത്രമാണ് തിരികെ ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. യാണിന് അത് പ്രൊഫൗണ്ട് ഷുവാൻ സെക്റ്റിലെ ഡിസൈപ്പിൾസിന്റെ മുറിയാണെന്ന് അറിയാം. യാണിന് എന്തോ പന്തികേട് തോന്നി യാൺ ആ മുറിയിലേക്ക് കയറുന്നു. ആ മുറിയിൽ നന്നായിട്ട് അന്വേഷിച്ചു കഴിയുമ്പോഴാണ് അലമാരയിൽ നിന്നൊരു കൈ പുറത്തേക്ക് കിടക്കുന്നതായിട്ട് കാണുന്നത്. അലമാര തുറന്നു നോക്കുമ്പോഴാകട്ടെ പ്രൊഫൗണ്ട് ഷുവാൻ സെക്റ്റിലെ ആ ഡിസൈപ്പിൾ മരിച്ചു കിടക്കുന്നതായിട്ട് കാണുന്നു. അവന്റെ കഴുത്തിൽ പ്രത്യേക പാടുകളും ഉണ്ടായിരുന്നു. യാണിനപ്പോൾ ക്യൂലിംഗിന്റെ അറ്റാക്കിംഗ് മെത്തേഡാണ് ഓർമ്മ വന്നത്. അത് ഓർമ്മ വന്ന് യാൺ ഉടനെ തന്നെ കിങ്ലുവാന്റെയും ലിറ്റിൽ ഫെയറി ഡോക്ടറിന്റെയും അടുത്ത് ഓടിയെത്തുന്നു. ടെൻഷൻ അടിച്ച് അവൻ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും അവരോട് യാൺ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്നു. അതെല്ലാം കേട്ട് കഴിയുമ്പോൾ അവസാനം അവർ തീരുമാനിക്കുന്നത് ഉടനെ തന്നെ ഫെങ്ഷിയാനെ ഇക്കാര്യം അറിയിക്കാമെന്നാണ്. എന്നാൽ വാതിൽ തുറക്കുമ്പോൾ തന്നെ യാൺ കാണുന്നത് വെള്ള വസ്ത്രം ധരിച്ച മുഖം കാണിക്കാത്ത ആ വ്യക്തിയെ ആയിരുന്നു. ആ വ്യക്തി എങ്ങോട്ടോ നടന്നു പൊക്കൊണ്ടിരിക്കുകയായിരുന്നു. യാൺ പറയുന്നത് അത് ക്യൂലിംഗ് ആണെന്നാണ്. അതുകൊണ്ട് തന്നെ അവർ തീരുമാനിക്കുന്നത് രഹസ്യമായിട്ട് ആ വ്യക്തിയെ ഫോളോ ചെയ്യാമെന്നാണ്. പിന്നെ അയാളുടെ മുഖം കാണിച്ചു കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് അത് ക്യൂലിംഗ് തന്നെയായിരുന്നു. എന്നാൽ യാണും മറ്റുള്ളവരും ഫോളോ ചെയ്യുന്നത് ക്യൂലിംഗ് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് പെട്ടെന്ന് നടന്നു നീങ്ങുകയാണ്. അത് കണ്ടു കഴിയുമ്പോൾ അവനെ പിടിക്കുന്നതിന് വേണ്ടി യാണും ലിറ്റിൽ ഫെയറി ഡോക്ടറും ഒക്കെ ഓടി ചെല്ലുന്നുണ്ട്. എന്നാൽ അവരവിടെ എത്തിക്കഴിയുമ്പോൾ ക്യൂലിംഗിനെ ഒന്നും കാണുന്നില്ല. അവൻ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ടെക്നിക്ക് അവിടെ പ്രയോഗിച്ചിട്ടുണ്ടാകുമോ എന്നാണ് അവർ അപ്പോൾ സംശയിക്കുന്നത്. അവരുടെ ചുറ്റിനും ഇപ്പോൾ മതിലുകൾ മാത്രമേ ഉള്ളൂ. യാൺ അപ്പോൾ അവന്റെ ഫ്ലെയിംസ് പുറത്തെടുക്കുന്നു. ആ സമയത്താണ് കാറ്റടിക്കുന്നത് പോലെ ഫ്ലെയിമിന്റെ ഡയറക്ഷൻ മാറുന്നത്. അതുവഴി മുന്നിലുള്ള മതിലിന്റെ പുറകിൽ എന്തെങ്കിലും സ്ഥലം ഉണ്ടാകുമെന്ന് അവർക്ക് മനസ്സിലാകുന്നു. കാരണം ആ സ്ഥലത്തു നിന്നാണ് കാറ്റടിച്ചുകൊണ്ടിരിക്കുന്നത്. യാൺ അവന്റെ ശക്തി ആ മതിലിൽ പ്രയോഗിച്ചു കഴിയുമ്പോൾ അത് ഓപ്പൺ ആവുകയും ചെയ്യുന്നു. എന്നാൽ യാൺ അകത്തേക്ക് കയറി കഴിയുമ്പോൾ തന്നെ ആ മതിൽ പെട്ടെന്ന് അടയുകയാണ്. ലിറ്റിൽ ഫെയറി ഡോക്ടറും കിങ്ലുവാനും ഒക്കെ അതെല്ലാം കണ്ട് ഒരുപാട് ആകുലപ്പെടുന്നു. അവർ പല പ്രാവശ്യവും അവരുടെ ശക്തി മതിലിൽ പ്രയോഗിക്കുമെങ്കിലും അവർക്കത് തുറക്കാൻ സാധിക്കുന്നില്ല. ലിറ്റിൽ ഫെയറി ഡോക്ടർ അപ്പോൾ ആകുലതയോടെ ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നു. കിങ്ലുവാൻ അപ്പോൾ ഈ വിവരം ഉടനെ തന്നെ നമ്മുടെ മാസ്റ്ററിനെ അറിയിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മാസ്റ്ററിന്റെ അടുത്തേക്ക് അവർ ഓടുന്നു. യാണാണെങ്കിൽ അതിന്റെ ഉള്ളിൽ കയറി കഴിയുമ്പോൾ തന്നെ ഒരുപാട് ട്രാപ്പുകൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന കുറെ സർക്കിൾ പോലെയുള്ള സാധനത്തിൽ നിന്ന് കുറെ അറ്റാക്കുകൾ അവന്റെ നേരെ വരുന്നു. യാൺ ഒരു വിധത്തിൽ അതിനെയെല്ലാം പ്രതിരോധിച്ച് അതിന്റെ അപ്പുറം കടക്കുന്നു. അപ്പോഴാണ് അവിടെയുമുള്ള മതിലിന്റെ അപ്പുറത്ത് നിന്ന് യാൺ ഒരു ശബ്ദം കേൾക്കുന്നത്. ഇപ്പോഴും നീ എന്നെ വിശ്വസിക്കുന്നില്ലേ? യാൺ അതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. പതുക്കെ അവന്റെ ശക്തി അവിടെ ഉണ്ടായിരുന്ന മതിലിൽ പ്രയോഗിക്കുന്നു. അപ്പോ ചെറുതായിട്ട് ആ മതില് തുറന്നു വരികയാണ്. അവിടെ നടക്കുന്നതെല്ലാം തന്നെ യാൺ കാണുന്നു. അത് മൂഗോയും ക്യൂലിംഗുമായിരുന്നു. ശവപ്പെട്ടിയിൽ മരിച്ചവളെ പോലെ കിടക്കുന്ന ആ പെണ്ണിനെ രക്ഷിക്കാൻ വേണ്ടിയായിരിക്കണം ക്യൂലിംഗ് ഇതെല്ലാം ചെയ്യുന്നത്. മൂഗോ തുടർന്ന് പറയുകയാണ്, സൂക്ഷിച്ചു നോക്കൂ, ഇതാണ് നിനക്ക് വേണ്ടത്. ഞാൻ എന്റെ വാക്ക് പാലിച്ചിരിക്കുന്നു. ഇനി നീ നിന്റെ വാക്ക് പാലിക്കുകയാണ് വേണ്ടത്. നമ്മുടെ പ്ലാൻ പോലെ തന്നെ നീ എല്ലാം ചെയ്യണം. അപ്പോ നിനക്കാവശ്യമുള്ള എല്ലാനും കിട്ടും, എനിക്ക് ആവശ്യമുള്ള എല്ലാനും കിട്ടും. അപ്പോഴേക്കും യാണിന്റെ സാന്നിധ്യം മൂഗോയ്ക്ക് മനസ്സിലാകുന്നു. ഉടനെ തന്നെ യാണിന്റെ നേരെ ഒരു ആക്രമണം നടത്തുന്നു. പ്രതീക്ഷിക്കാതെ വന്ന ആ ആക്രമണം യാണിന് തടയാനായില്ല. തെറിച്ചുപോയി വീഴുന്ന യാണിന്റെ ബോധം പോകുന്നു. മൂഗോ യാണിന്റെ അടുത്തേക്ക് വന്ന് എനിക്ക് നിന്നെ വേണം എന്ന് പറയുന്നതായിട്ട് കാണിക്കുന്നതിലൂടെ ഈ എപ്പിസോഡും ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ
മറക്കരുത്. അടുത്ത വീഡിയോ നമ്മൾ ഉടനെ തന്നെ കാണും. അതുവരെ ഗുഡ് ബൈ.